സ്റ്റുഡൻറ്റ് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് കണ്ടു, പക്ഷേ അവിടെ ഒരു ഓബ്ജക്റ്റ് ഇല്ല. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. അദ്ദേഹം ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ നടത്തിയെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തർക്ക വിഷയം. ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യവും സമയവും ഈ KSRTC കിട്ടിയിട്ടില്ലെന്ന് തന്നെ ബോധ്യപ്പെടുന്നത്. പിന്നെ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത്. അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട്. വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രാഗ് ചെയ്യും വണ്ടി. ഇത് ഡ്രാഗ് ചെയ്താണ് ഇടിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ഇടിച്ചിരിക്കുന്ന ഹിറ്റ് പോയിന്റ് ആ വണ്ടിയുടെ കോ ഡ്രൈവറിൻ്റെ മുകളിലായിട്ട് വരുന്ന ആർച്ച് ഭാഗത്താണ് വണ്ടി ഇടിച്ചിരിക്കുന്നത്. അതിനാണ് ടോപ്പ് വുഡ് അകത്തേക്ക് ഇരുത്തിയിരിക്കുന്നത്. ഏറ്റവും ഡാമേജ് കിട്ടിയിട്ടുള്ള കോ ഡ്രൈവർക്കായിരിക്കും. ഇവരുമായിട്ട് സംസാരിച്ചപ്പം അവിടെ ഒരാൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഡ്രൈവർ പറയുന്നത് ഒരാളെ ഉണ്ടായിരുന്നെന്നാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഇമ്പാക്റ്റിൽ ഫ്രണ്ടിലേക്ക് വന്നു കാണും. കഥയുമായിട്ടൊക്കെ കൂട്ടിയിടിക്കുക, അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. ഡ്രൈവർ സേഫായത് ഇതിങ്ങനെ വണ്ടി ടെസ്റ്റ് ആയതുകൊണ്ടാണ്. ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഡയറക്റ്റ് കൊളീഷനായിരുന്നു. ഒരു ടീം കൂടെ അല്ലെങ്കിൽ ഒരു മീറ്റർ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി തെന്നിപ്പോയാൽ നമുക്ക് ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റിയിരുന്നു. ഇമ്പാക്റ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അതായത് എല്ലാം വണ്ടി തന്നെ കിട്ടി. എല്ലാം കിട്ടിയത് ആ വണ്ടിയിൽ. ഇത് അപ്പർ പൊടിയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല. വണ്ടി തെറിച്ചു പോയിരുന്നെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞു. അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല. മഴ ഒരു പ്രധാന ഘടകമായി. സ്കിഡിങ്ങിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ്. പിന്നെ ആൻറ്റി ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടിയല്ല. ഇതിൽ ലോക്കാലി പ്രശ്നമുണ്ട്. ഇതിൽ ലോക്കാതിരിക്കാനാണ് വിട്ട് പിടിക്കുന്നത്. ഈ കേസിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പരിചയക്കുറവുണ്ടാവും. 10-20 വയസ്സുള്ള പയ്യൻ എന്ന് പറയുമ്പോൾ 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സുള്ളൂ അല്ലേ? അതായത് 1ാം വർഷം എഡ്യൂക്കേഷന് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം. അതിൻ്റെ ലൈസൻസ് ഞങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. അത് ഡോക്യുമെന്റേഷൻ സൈഡ് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അത് വണ്ടി ആരുടെയാണ്, അത് എന്തെങ്കിലും ഇവരെടുത്തു, ഇത് ഏത് ബേസിലാണ് ഇത് ഉപയോഗിച്ചത്, എന്താണ് ഇവരുമായിട്ടുള്ള ഒരു നെക്സസ്, അത് മറ്റൊരു തരത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ്. ഫിറ്റ്നസ് 15 വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയാണ്. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് വാലിഡ്. 2ാം മാസം വരെ ഇൻഷുറൻസ് വാലിഡാണ്. തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ഉണ്ടാവുന്നത്. 14 വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. 14 വർഷം പഴക്കമുള്ള വണ്ടി. വണ്ടിയുടെ ഓവർലോഡിങ്, വണ്ടിയുടെ പഴക്കം, ഇവിടുത്തെ കാലാവസ്ഥ, റോഡിലെ ജലപാളികളുടെ അംശം, ഇതെല്ലാം ഈ ആക്സിഡന്റിലേക്ക് നയിച്ചു. ഓവർലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 പേര് പുറകിലത്തെ കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ മടിയിലൊക്കെ ആയിരിക്കും ഇരുന്നത്. അതൊക്കെ ഇതിന്റെ തീവ്രത കൂട്ടി, ആക്സിഡന്റിന്റെ തീവ്രത, കാഷ്വാലിറ്റി കൂട്ടിയത് അതൊക്കെയാണ്. ഈ ഓവർലോഡ് പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. മാസ് കൂടിയില്ലേ വണ്ടിയുടെ, അപ്പോൾ അതിന്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റും കൂടി. ഒട്ടും ചോർന്നു പോയില്ല. ഇതിന്റെ പൊല്യൂഷന്റെ എഫക്റ്റ് എല്ലാ വണ്ടിയിൽ തന്നെ കിട്ടി. തെന്നിപ്പോയിരുന്നെങ്കിൽ, തെറിച്ചു പോയിരുന്നെങ്കിൽ, ഒഴുകി മാറിയിരുന്നെങ്കിലൊക്കെ ഇതിനെ കുറയ്ക്കാനായത്. പരിക്കുകളോട് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആന്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ല.
ഈ വണ്ടിക്കില്ല. നമ്മുടെ പുതിയ വാഹനങ്ങളിലെല്ലാം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചു നിൽക്കരുത്, വിട്ട് പിടിക്കണം. ഈ കേസിൽ അത് വർക്ക് ചെയ്യാതുകൊണ്ട് വീൽ ലോക്കായാൽ പിന്നെന്താ, ഈ വെലോസിറ്റി കാരണം ഇത് ഡ്രാഗ് ചെയ്യും. ഈ ഡ്രാഗ് ചെയ്ത് ഏതാണ്ട് ഒരു സൈഡ് കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിലാണ് ഇടിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പില്ലറിൽ ഇടിച്ചത് കൊണ്ടാണ്, പില്ലർ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഇടിച്ചത് കൊണ്ടാണ് ഇമ്പാക്ട് പുറത്തോട്ടില്ല. മറിച്ച് കൊളീഷൻ ആയിരുന്നെങ്കിൽ ഈ വീല് കൊണ്ട് തന്നെ പുറകോട്ട് ഓടിപ്പോയാൻ വേണ്ടി. ഇത് അതിന് സാഹചര്യം കിട്ടിയില്ല. അതിനുള്ള ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിശോധിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കേട്ടതിൽ ഒരു ഒബ്ജക്റ്റ് കണ്ട് ഞാൻ മാറിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഈ ഡ്രൈവർ മീൻസ് ഈ സ്റ്റുഡൻറ്റ് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് കണ്ട്, പക്ഷേ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. ഞങ്ങൾ ഓഫീസിൽ ഇരുന്നിട്ട് അതിൻ്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നു. അവിടെ എന്തോ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് വലത്തോട്ട് തിരിച്ചതാണ്. അപ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടി വന്നു കഴിഞ്ഞു. അപ്പം പുള്ളി ആ സമയത്ത് ഡിഫൻസീവ് എന്ന നിലയിൽ വലത്തേക്ക് വിട്ടിരിച്ചു. പക്ഷേ അപ്പോൾ സ്ഥലത്ത് വന്ന് പെട്ടെന്ന് വന്നവരാരും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തമ്മിൽ ഗ്യാപ്പുണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്ത് വരാനാണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ സമയമായി. ആ പുറകിൽ വരുന്ന വെള്ളക്കാരനെ ആണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടത്തേക്ക് തന്നെ ചേരാൻ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മിനിമം ടൈം കഴിയുമ്പോൾ നമ്മൾ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് വരുമല്ലോ. അത് വന്നിട്ടില്ല. പലപ്പോഴും ഈ സൗകര്യങ്ങളൊന്നും നോക്കാൻ അതെന്തെങ്കിലും നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ എന്തെങ്കിലും. റെന്റ് ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. റെന്റ് ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് വാഹനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ നിയമമുണ്ട്. പക്ഷേ ഇതങ്ങനല്ല. ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുവാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവേഴ്സ് നടത്തുന്നുണ്ട്. അത് നിർത്തണം. അത് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിരുന്നു, കിട്ടിയില്ല. പോലീസ് പ്രൈമറി ഏജൻസി എന്ന നിലയിൽ പോലീസ് തന്നെ എടുക്കും. അതീവ സ്പീഡിനുള്ള സ്കോപ്പ് കാണുന്നില്ല. വീഡിയോയിൽ നമ്മളങ്ങനെ കാണുന്നെങ്കിലും നമുക്കറിയാം ആ ജംഗ്ഷൻ, അതിന് മുമ്പ് ST കോളേജ്, അതിൻ്റെ ഫ്രണ്ടിൽ 2 കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലൈറ്റ് സിഗ്നലുണ്ട്. ലൈറ്റ് സിഗ്നൽ ഇത്ര വർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ നോർമലി ഒരാൾ വരത്തില്ല. പിന്നെ കുട്ടികളൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളല്ലേ, അവർ ആ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും അവിടുന്ന് വന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടെ വരാനെടുക്കുമ്പം ഒരു സമയം പെട്ടെന്നൊരു ഹൈ സ്പീഡിലേക്ക് കയറാൻ പാകത്തുള്ള വണ്ടിയല്ലത്. അത്രയ്ക്കൊരു കപ്പാസിറ്റി ഉള്ള വണ്ടിയല്ല. ഒരു പ്രായം ആയ വണ്ടിയല്ലേ, 4 വർഷം പ്രായമായ വണ്ടിയല്ലേ. റോഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട്? പ്രത്യേകിച്ച് ദേശീയപാത ഇവിടെ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെളിച്ചത്തിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കൂറ്റം മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താലും കുറേ നേരം മരം പെയ്തുകൊണ്ടിരിക്കും. അതുമൊക്കെ തെന്നലുണ്ടാക്കും. അതൊക്കെ റോഡിൽ ജലപാളികൾ ക്രിയേറ്റ് ചെയ്യും. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറയും. അതുമൊക്കെ ഇതിന് കാരണമായി. ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ വീലിലും റോഡിനും ഇടയിൽ ഒരു പാളി രൂപപ്പെടുകയും അത് ബ്രേക്കിന്റെ പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സ്കിഡിങ് ഉണ്ടാകുന്നത്. അതും ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ 3-4 ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നപ്പോഴായി സംഭവിച്ചത്. ഇമ്പാക്റ്റ് പങ്കുവെച്ച് പോകാനൊരു ഇടവില്ലാതായി പോയി. അതെല്ലാം ഈ കുട്ടികൾ തലയിൽ പേരേണ്ടി വന്നു. താങ്ക് യു.